നമ്മളും നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളെ അറിയിക്കാതെ സൂക്ഷിക്കുന്ന ആ രഹസ്യമുള്ള ദിവസം. ആ ദിവസം ഓർത്ത് നമ്മുടെ പിള്ളേര് കരയാത്ത ഒറ്റ ദിവസമില്ല. നാളെ 9 വർഷം തികയാണ് അവർ നമ്മളെ വിട്ടു പോയിട്ട്. അവർക്ക് എത്ര വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ കൂടെയും നമ്മുടെ മക്കളുടെ കൂടെയും സന്തോഷമായിട്ട് ജീവിക്കാൻ. എന്നിട്ടും നമ്മുടെ കൺമുന്നിൽ വെച്ച് അവർ പോയത്. നമുക്ക് വെറുതെ നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ കൃഷ്ണേട്ടാ. ശരിയാ, നമ്മൾ എന്തുമാത്രം ജീവിച്ചോണ്ടിരുന്നത് ജീവിച്ചുകൊണ്ടിരുന്നത്. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ടാ ഇല്ലാതായത്. പാവം, നമ്മുടെ മക്കളെ തോർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവും. കൃഷ്ണേട്ടാ, നാളെ രാവിലെ മക്കളെയും കൂട്ടി അമ്പലത്തിൽ പോയി എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ അവരുടെ ആത്മാവിന് വേണ്ട എല്ലാ കർമ്മങ്ങളും ഭംഗിയായി ചെയ്യണം. മക്കൾ വരട്ടെ, എന്നിട്ട് പറയാം. മറന്നു കാണുമോ കാർത്തു നാളത്തെ ദിവസം അവര്? ഒരിക്കലും ഇല്ല കൃഷ്ണേട്ടാ. ആരൊക്കെ മറന്നാലും നമ്മുടെ 4 മക്കളും അത് മറക്കില്ല. കൊക്കൊഴിച്ച് ബാക്കി 3 പേരുടെയും സ്വന്തം അച്ഛനും അമ്മയും അവരുടെ കൺമുമ്പിൽ കിടന്ന് മരിച്ച ഒരിക്കലും അവരത് മറക്കില്ല. ശരിയാ കാർത്തു, ആരൊക്കെ മറന്നാലും അവരത് മറക്കില്ല. പിന്നെ നീ അതൊന്നും ആലോചിച്ച് കൂട്ടണ്ട. പിള്ളേര് വൈകിട്ട് വരുമ്പം അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ റെഡിയാക്കുക. വെറുതെ ഓരോന്ന് ആലോചിച്ച് ഇനി മൂഡ് ഓഫ് ആവണ്ട. അവർ വന്ന് നീ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട പിന്നെ അത് മതിയല്ലോ. പോയി അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. ശരി കൃഷ്ണേട്ടാ, എന്നാ ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഇതെന്താ ഇങ്ങനെ? എന്ത് വന്നാലും ഇന്ന് ഞാൻ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് എഴുതും. പക്ഷെ ഇതിൻ്റെ ഇന്റേണൽ ഡെത്തിന്റെ റീസൺ കിട്ടുന്നില്ലല്ലോ. എന്തായാലും ഈ ബോർഡ് മത്സരിക്കുന്നത് വിഷം ഒളിച്ചെന്നിട്ടാ. പക്ഷെ എത്ര നോക്കിയിട്ടും വിഷം ഞാൻ കണ്ടില്ലല്ലോ. എൻ്റെ നിരീക്ഷണ വീക്ഷണ കോണത്തിൽ ഇത് കേസാവുമെന്ന് പേടിച്ച് ഈ ബോഡി തന്നെ കുടിച്ച വിഷം ഒളിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് എനിക്ക് നോക്കിയിട്ട് കിട്ടാത്തത്. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം. ഞാനൊരു കാര്യം ചെയ്താലോ? ഈ ബോഡിയോട് തന്നെ സീക്രട്ടായിട്ട് ചോദിക്കാം വിഷം എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. ഇതിനെ മതി, വീട്ടിൽ പോവാൻ സമയമായി. നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ബാക്കി നാളെ ചെയ്യാം. വർക്കിംഗ് ടൈം ഈസ് ഓഫ് നിതിൻ. ജസ്റ്റ് 5 more minutes കാർത്തി. ഞാനിത് ഇപ്പൊ തെളിയിക്കും, എന്നിട്ട് വരാം. എന്ത് തെളിയിക്കാനാടാ? അത് പിന്നെ കാർത്തി, നീ ഒന്ന് നോക്കണേ. കേസാവുമെന്ന് പേടിച്ച് ഈ ബോഡി കുടിച്ച വിഷത്തിനെ ഒളിപ്പിച്ച് വെച്ചേക്കുക. അപ്പോൾ ഞാനതൊന്ന് സീക്രട്ടായിട്ട് ചോദിക്കാൻ നിൽക്കുക. ഏത്? ഈ 3 ദിവസം പഴക്കമുള്ള ജീവനില്ലാത്ത ഡെഡ് ബോഡിയുടെ അടുത്തോ? ഡെഡ് ബോഡി? Hey mister, this is not a dead body. You know, now he is my friend. Don't underestimate his look, okay? He is all right. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ വെറും ആക്ടിങ് മാത്രമാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് കുറച്ച് മർമർ ചെയ്യാനുണ്ട്. സോ മിസ്റ്റർ കാർത്തിക്, ഗെറ്റ് ഔട്ട് ബിസൈഡ് ഓഫ് മൈ ഫ്രണ്ട്. ദൈവമേ, ഇവനിത് എന്താ പറ്റിയേ? പ്ലീസ് എന്നെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊന്ന് സംസാരിച്ചോട്ടെ. എടാ നിതിനെ, നീ ശരിക്കും മണ്ടനാണോ അതോ നീ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? ലുക്ക് മിസ്റ്റർ കാർത്തി, നിങ്ങൾക്ക് എന്തറിയാം എൻ്റെ IQ ലെവലിനെ പറ്റിയും എൻ്റെ പ്ലാനിനെ പറ്റിയും. സോ ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് മൈ ബ്രെയിൻ, ഓക്കെ? ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എടാ, എനിക്കൊരു കാര്യം പറയാം. വേണ്ട, ഡോണ്ട് ടോക്ക്. ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് കിടക്കട്ടെ. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയോ? ഇതെന്താ സ്കൂളോ? കണ്ടോ എന്റെ മൈൻഡ് ഔട്ട് ആയത്? കണ്ടോ? അങ്ങോട്ട് മാറി നിന്നേ, ഞാൻ എന്റെ ഫ്രണ്ടിനോടൊന്ന് ടോക്ക് ചെയ്യട്ടെ. എടാ, അതിന് നീ എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. സോറി മിസ്റ്റർ, എനിക്ക് അതിനുള്ള ടൈമില്ല. ഞാൻ വർക്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നുള്ള കാര്യം അറിയാലോ. പിന്നെ നീ എന്താന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടും. നീ കൊണ്ട് നിന്റെ കുറെ മണ്ടത്തരമുണ്ട്. എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാൻ പോവാ. നീ നോക്കിക്കോ, ഈ ബോഡി എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മണിയായി പറയുന്നത്. ചോദിക്ക്, ഇപ്പൊ കിട്ടും. ഈ ബോഡിയുടെ പേരെന്താ? രജിസ്റ്റർ ചെയ്ത് നോക്കട്ടെ. പേര് കിട്ടി. മിസ്റ്റർ സോമൻ PP. കൊള്ളാലോ പേര്. മിസ്റ്റർ സോമൻ PP, താൻ മരിക്കുമ്പോൾ കുടിച്ചത് ഏത് ഐറ്റം വിഷമായിരുന്നു? പിന്നെ എന്തിനാ കുടിച്ചത്? എനിത്തിങ് പേഴ്സണൽ ഇഷ്യൂ, ഐ മീൻ ഫാമിലി പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലും ആണോ? പറയൂ, അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ താങ്കളെ ഈ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? താങ്കൾ എന്ത് ഇഷ്യൂ ആണ് നേരിട്ടുകൊണ്ടിരുന്നത്? പറയൂ. താങ്കൾ, അതായത് മിസ്റ്റർ സോമൻ PP, എന്തുകൊണ്ടാണ് താങ്കൾ വിഷം കുടിച്ച് തന്നെ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്? വല്ല ഞരമ്പോ മറ്റോ മുറിക്കായിരുന്നില്ലേ? എങ്കിൽ ഈ കേസ് എനിക്ക് കുറച്ച് ഈസി ആകുമായിരുന്നല്ലോ. എൻ്റെ ഒരു ഡൗട്ട്, ഈ വിഷം കുടിച്ച് മരിക്കാൻ കാരണം വിഷത്തോടുള്ള അടങ്ങാത്ത ക്രൈസ് ആണോ? പറയൂ മിസ്റ്റർ സോമൻ PP. ഓക്കെ, ഫൈനലി, then my last question is very important, so listen carefully.
വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്ത മിസ്റ്റർ പി, താങ്കൾ ഈ കേസ് ഞങ്ങളുടെ കയ്യിൽ എത്തുമെന്നറിഞ്ഞ് തെളിവില്ലാതാക്കാനായി വിഷം കുടിച്ചതിന് ശേഷം അത് നിങ്ങളുടെ ബോഡിയിൽ നിന്നും എടുത്ത് എവിടെയാണ് മാറ്റി വച്ചിരിക്കുന്നത്? എവിടെയാണ് മിസ്റ്റർ പി? എങ്ങനെ തോന്നി മിസ്റ്റർ പിക്ക് ഇങ്ങനെ ഒരു നാറിയ പ്രവൃത്തി ചെയ്യാൻ? പറയൂ. ഓ, ആ വാ തുറന്ന് പറയൂ മിസ്റ്റർ പി, പറയൂ. താനിക്ക് അല്പം ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ താൻ ഈ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. മിസ്റ്റർ പി, പറ. എന്റെ ക്വസ്റ്റ്യന് ആൻസർ എവിടെ? പറയൂ മിസ്റ്റർ പി. ഓ, ഇയാളെന്താ വെട്ടിയിട്ട വാഴത്തട പോലെ കിടക്കുന്നേ? ദൈവമേ, ഇവനത് എന്ത് പറ്റി? ഉള്ള ബോധവും പോയോ? ഇവനിത് എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? മിസ്റ്റർ കാർത്തിക്, എന്റെ പ്രതി എത്ര ചോദ്യം ചോദിച്ചിട്ടും നോ റെസ്പോണ്ട്. സോ ഐ ആം സാഡ്ലി റിജക്റ്റഡ് ദിസ് കേസ്, യുവർ ഓണർ. യുവർ ഓണറോ? എടാ നിതിനെ, ഞാനൊന്ന് പറയുന്ന കേക്ക്. എന്താ കാർത്തി, നീ എന്ത് വേണേലും പറഞ്ഞു, ഞാൻ അതെല്ലാം കേൾക്കാൻ തയ്യാറാണ്. ഡാ, ഈ ബോഡി കിട്ടിയപ്പോൾ തന്നെ ഞാൻ അതിന്റെ ഇന്റേണൽ ബോഡി പോയിസൺ ഞാൻ മാറ്റി വെച്ചായിരുന്നു. ദേ, അതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരെ ആയി. സൂപ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ സൂപ്രണ്ടാ പറഞ്ഞു ഈ ബോഡി ഒന്നുകൂടെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളതാണെന്ന്. അതിന് എളുപ്പത്തിനാണ് ഞാൻ ഈ ബോഡിയിൽ സ്റ്റിച്ച് പോലും ഇടാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓ ആണോ? അതല്ലേ എനിക്ക് നേരത്തെ അറിയായിരുന്നു കാർത്തി. ഞാൻ നിന്നെ ഒന്ന് പ്രാങ്ക് ചെയ്തതാ. ആ പ്ലാൻ സക്സസ് ആയി എന്നാ തോന്നുന്നേ. പിന്നെ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പാടിയിട്ടുണ്ട്. നിന്റെ ഒരു ഒടുക്കത്തെ പ്ലാൻ. എന്താ കാർത്തി ഇത്? ഞാനത് സക്സസ് ആയെന്ന് പറഞ്ഞ് അങ്ങ് സക്സസ് ആയെന്ന് സമ്മതിച്ചു തന്നാ പോരെ കാർത്തി? ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഇനിയെങ്കിലും തമ്പുരാൻ ഇവിടെ നിന്ന് ഇറങ്ങുമോ? കാർത്തി, നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ഈ റൂമിൽ നിന്ന് വെടി ഇറങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ഇറങ്ങാം. ദൈവമേ, കാലം ചെല്ലുന്തോറും എന്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി പോവുകയാണല്ലോ. എന്നാലും കുഴപ്പമില്ല. എന്റെ ഗംഭീരമായ വിജൃംഭിച്ച പ്ലാനുകളുമായി നിതിൻ വീണ്ടും വന്നിരിക്കും. നിതിനെ, ഒരിക്കൽ പ്ലാൻ ഇട്ട് എന്റെ തഴമ്പ് ആ കവടിന്ന് മാറിയിട്ടില്ലല്ലോ അല്ലേ? അയ്യോ എന്റെ പൊന്ന് കാർത്തി, നീ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ ഇപ്പൊ എന്ത് വേണം ഇവിടെ നിന്ന് ഇറങ്ങണം, അത്രയല്ലേ ഉള്ളൂ. വാ നമുക്ക് പോവാം. അങ്ങനെ വഴിക്കുക. അല്ല, ഇറങ്ങാൻ വരട്ടെ. ഈ സാറ് വരുന്നു, എന്താ നമുക്ക് ചോദിച്ചിട്ട് പോവാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ഫയൽ തരാൻ വന്നതാ. ഇത് കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ നാളെ വന്ന് ആദ്യം നിങ്ങൾ ഇത് തന്നെ ഒന്ന് നോക്കണം. എന്താ സാർ, ഇത് വല്ല സീരിയസ് കേസാണോ? അതെ കാർത്തിക്, ഇത് കുറച്ച് സീരിയസ് കേസാണ്. മർഡർ കേസാണ്. വെറും മർഡർ അല്ല, ഇറ്റ്സ് എ പ്ലാൻഡ് മർഡർ. മർഡറോ? ഹു ഈസ് ദ വിക്ടിം സാർ? ദ വിക്ടിം ഈസ് 10-year-old ബോയ്. 10 വയസ്സുള്ള കുട്ടിയോ? എങ്ങനെയാ സാർ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നേ? അത് ഈ കുട്ടി സ്കൂളിൽ കഴിഞ്ഞ് വന്നപ്പോൾ തട്ടിക്കൊണ്ട് പോയതാ. പിന്നെ ഇന്റർണൽ ഓർഗൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. മിക്കവാറും അവന്മാരായിരിക്കും ഇത് ചെയ്തത്. അവന്മാരോ? ആരെ കുറിച്ചാ സാർ ഈ പറയുന്നേ? വേറെ ആരാ? ആ മാഫിയ ഗാങ്ങിനെ പറ്റിയാ. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കേസിന്റെയും പ്രൈം മാസ്റ്റേഴ്സ്. പക്ഷെ ഇതുവരെ ആർക്കും അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് പവർഫുൾ ആണ് അവർ. പോലീസൊക്കെ ഒരുപാട് ശ്രമിച്ചതാ, ബട്ട് ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. അവന്മാരെ ഇങ്ങനെ വളരാൻ വിട്ട നാളെയും മുമ്പേ തന്നെ അവരുടെ കയ്യിലാകും. സോ കാർത്തിക് ആൻഡ് നിതിൻ, ഈ കേസ് നിങ്ങൾ എനിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും നല്ല രീതിക്കൊന്ന് കണ്ടുപിടിക്കണം. വേണമെങ്കിൽ ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആയി തന്നെ നിങ്ങൾ എടുക്കണം, പ്ലീസ്. റിക്വസ്റ്റോ? അതൊന്നും വേണ്ട സാർ. ഇതിപ്പോ ഈ കേസ് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമല്ലേ? അപ്പോൾ ഞങ്ങളത് തെളിയിക്കാം സാർ. റിക്വസ്റ്റ് ആയിട്ടൊന്നും പറയണ്ട സാർ. അതെ സാർ, വി ആർ റെഡി ടു ടേക്ക് ദിസ് കേസ്. ഗുഡ്. ഇതിനു മുമ്പ് ഇവിടെ ജോലി ചെയ്തവര് ഇത്തരത്തിലുള്ള കേസ് വന്നാൽ അത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ബട്ട് നൗ ഐ ബിലീവ് ഇൻ യു ഗൈസ്, സോ വർക്ക് ഹാർഡ്. ഓക്കെ സാർ, താങ്ക് യു. കാർത്തി, നമുക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിച്ചേ പറ്റൂ. ആനതിനെ, നമുക്ക് നാളെ വന്ന് ഈ ബോഡി ഒന്ന് ചെക്ക് ചെയ്യാം. ആ വൃത്തികെട്ടകന്മാരെ കൊടുക്കാൻ എന്തേലും ഒരു ഹിന്റ് ഉണ്ടോ നോക്കാം. പാവം കുട്ടി, എന്തുമാത്രം സ്വപ്നങ്ങളുണ്ടായിരുന്നു അതിന്. ആ ദുഷ്ടന്മാര് കാരണം ആ കൊച്ചിന്റെ ജീവിതമല്ലേ പോയത്. ശരിയാ കാർത്തി, നാളെ നമുക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിച്ചേ പറ്റൂ. അതുകൊണ്ട് നാളെ എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് വരണം. ശരി നിതിനെ, വാ ഇപ്പൊ നമുക്ക് പോവാം. കാർത്തു, ഇവിടുത്തെ പടകളൊക്കെ എഴുന്നള്ളിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എടുത്ത് വെക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കടിച്ചു കീറും. അത് നിങ്ങൾ പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല. നിങ്ങളല്ലേ വിത്ത്, അങ്ങനെയൊക്കെയല്ലേ വരൂ. അതുകൊണ്ട് മുൻകൂട്ടി ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മേ, ഞാൻ എത്തി. എത്തിയോ എന്റെ ഇളയ സന്താനം? എന്താ അമ്മ ഒരു പുച്ഛം? പുച്ഛമോ? എനിക്കോ? നിനക്ക് തോന്നുന്നതായിരിക്കും. കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്ക്. അല്ല, എന്റെ ഭാര്യ എവിടെയാണ്? നിങ്ങളുടെ ഭാര്യമാര് എംപ്ലോയീസ് ആയതുകൊണ്ട് അവര് നേരത്തെ വന്ന് ഈ പാവപ്പെട്ട അമ്മയെ സഹായിക്കുകയാണ്. കാരണം നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരണ്ടേ? അങ്ങനെയാണോ? എന്നാ പിന്നെ ആ വെച്ചുണ്ടാക്കിയതല്ലേ ഇങ്ങോട്ടങ്ങ് എടുത്തോളൂ. നല്ല വിശപ്പുണ്ട്. കൊള്ളാലോ. അങ്ങനെ ഇപ്പൊ വേണ്ട കേട്ടോ, ആദ്യം മുമ്പ് ഫ്രഷ് ആയിട്ട് വാ. അങ്ങ് എവിടെ ഉണ്ടായിരുന്നോ? നോം അറിഞ്ഞില്ല. എന്നാ നോം പോയി അങ്ങ് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. അല്ല കുക്കു, വേദേനെയും കാവ്യനെയൊന്നും കാണാനില്ലല്ലോ. അവരൊക്കെ എവിടെ? അവരൊക്കെ കിച്ചണിലുണ്ട് പറഞ്ഞേട്ടാ, ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അച്ഛാ, ഇതാ അച്ഛാ ചായ. ഇങ്ങ് താ മോളെ.
അപ്പൊ എനിക്കില്ലേ ചായ? അതിനാദ്യം നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ടോ, എന്നിട്ട് തരാം ചായ. ആ മോനെ കൃത്തികേ, ഇന്നത്തെ ഓഫീസ് വർക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇതുവരെ കുഴപ്പമില്ല അച്ഛാ, നല്ല രീതിയിൽ തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എല്ലാം അങ്ങനെ തന്നെ പോണം. പിന്നെ അറിയാലോ, എല്ലാ സ്റ്റെപ്പും ലീഗലായിരിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. അത് ഇതുവരെ അങ്ങനെ തന്നെ അച്ഛാ പോകുന്നേ. ഏതൊരു ചെറിയ ഡോക്യുമെന്റ് എടുത്താലും ഞങ്ങളെല്ലാം നോക്കിയിട്ട് അത് സാങ്ഷൻ ചെയ്യുള്ളൂ. എന്നാ ശരി, നിങ്ങൾ ഇവിടെ നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാ. നിങ്ങൾക്ക് നാളത്തെ ദിവസം എന്താന്ന് ഓർമ്മയുണ്ടോ? അതെന്തൊരു ചോദ്യ കാവ്യേ, അങ്ങനെ ഓർമ്മയില്ലാതെ ഇരിക്കയോ? നാളേക്ക് 9 വർഷം തികയല്ലേ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വിട്ടു പോയിട്ട്. അല്ല, അപ്പൊ നിങ്ങൾ നാളെ അമ്പലത്തിൽ പോകണില്ലേ? പോണം. എത്ര പെട്ടെന്നല്ലേ എല്ലാം അവസാനിച്ചത്. നാളത്തെ ദിവസം അവർക്ക് ഓർമ്മ കാണോ? വേദ, അവർക്കതങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട ദിവസമല്ലേ അത്. ശരിയാ, 9 വർഷം ആകാൻ പോകുന്നു. എന്നിട്ടും നമുക്കതിനൊരു അവസാനം കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. അതിനി ഒരുപാട് നാളൊന്നും ഇല്ല കാവ്യേ. നമ്മൾ അന്വേഷിക്കുന്ന കാര്യം ഉടനെ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. അത് വേദ പറഞ്ഞ ശരിയാ. ഇനി ആ കാര്യത്തിൽ കടക്കാൻ ഒരുപാട് ദൂരമൊന്നുമില്ല. ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ അത് എത്തിയിരിക്കും. നമ്മളെ ഈ അവസ്ഥയിലാക്കി എല്ലാവരും കത്തിയെറിയാൻ പോകുന്നതേ ഉള്ളൂ. ഒരു മുടി പോലും ബാക്കി വെക്കാതെ എല്ലാം നശിപ്പിക്കണം. അതേ വേദ, ഒരുത്തനെ പോലും വെറുതെ വിടാൻ പാടില്ല. എല്ലാത്തിനെയും തീർക്കണം. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മുടെ ഭർത്താക്കന്മാര് ഇതറിയാൻ പാടില്ല. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയും. ഒരു ക്ലൂ പോലും കിട്ടാൻ പാടില്ല. അത് പേടിക്കേണ്ട വെക്കോ, അവരാരും ഇതൊന്നും അറിയില്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യവും നടക്കണം. അല്ല, എന്താ എന്റെ പെങ്ങന്മാർക്കൊരു വട്ടമേശ സമ്മേളനം? സംതിങ് ഫിഷി ആണല്ലോ. ഫിഷിയോ? എന്ത് ഫിഷി? നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളൊക്കെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? ശരിയാണല്ലോ, നിങ്ങൾക്ക് നാലുപേർക്ക് എന്താ പറ്റിയേ? ഏയ് അതൊന്നുമില്ല ഏട്ടാ, നാളത്തെ കാര്യം ആലോചിച്ചിട്ടാ അവരിങ്ങനെ ഇരിക്കുന്നേ. ഓ അതായിരുന്നോ? ദേ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ട. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾക്ക് ഞങ്ങളെല്ലാരും ഇല്ലേ? പിന്നല്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെ. അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരും അമ്മമാരും വിചാരിച്ച പോലെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നേ. പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര വിഷമം? അതൊക്കെ ശരിയാണ് വേട്ടാ, എന്നാലും അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ദേ കാവ്യേ, ഇങ്ങോട്ട് നോക്കിയേ. നമ്മളെല്ലാരും അവരാഗ്രഹിച്ചതുപോലെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാ ജീവിക്കുന്നേ. അപ്പോ നീ വെറുതെ അവരെ ഓർത്ത് വിഷമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതെ, നബി പറഞ്ഞത് ശരിയാ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? കുട്ടിക്കാലം മുതലേ നമ്മൾ ഒന്നിച്ചാ വളർന്നത്. ആ ബന്ധം വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാ കൃതികേട്ടനും അർജുനും വരുണും കിരണും നിങ്ങളെ കെട്ടിയത്. പിന്നെ ആ ഒരു കാരണം മാത്രമല്ല കേട്ടോ, അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വന്ന പ്രൊപ്പോസൽസ് എല്ലാം അവർ മാറ്റിവിട്ടത്. അങ്ങനെ പുറത്തുള്ളവരത്തിന് ഞങ്ങളുടെ പെണ്ണിനെ കെട്ടണ്ട എന്നതായിരുന്നു അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് നിഴല് പോലെ അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതും ഇപ്പം നിഴല് പോലെ കൂടെ നടക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട ആദ്യം തകർന്നത് അവരായിരിക്കും. അത്രയ്ക്ക് ഇഷ്ടം അവർക്ക് നിങ്ങളെ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഏട്ടന്മാരെ, എന്നാലും ഓരോന്ന് ആലോചിക്കുമ്പോ ദേ, അതൊക്കെ അങ്ങ് കളഞ്ഞേ. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അല്ല, നിങ്ങൾ പോകുന്നതെന്താ ഇവിടെ? ഓ, അത് നിങ്ങളെ കാണത്തോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. പോവാൻ നോക്ക്. അതെ, പോകുന്നതൊക്കെ കൊള്ളാം. ആദ്യം ഈ മൂടിക്ക് ഒന്ന് മാറ്റി വെക്ക്, എന്നിട്ട് വേണം പോവാൻ, കേട്ടല്ലോ? അത് ശരിയാ. പിന്നെ ഇവിടെ നിന്ന് നേരം വൈകിക്കണ്ട. നാളെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ, പോവാൻ നോക്ക്. ശരി ഏട്ടാ, എന്നാ ഞങ്ങൾ പോവാ. ഗുഡ് നൈറ്റ്. അർജുനേട്ടാ ഉറങ്ങിയോ? ഏയ് ഇല്ല കാവ്യേ. അല്ല, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ടെറസിൽ നിതിനേട്ടന്റെ കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അല്ല, എന്തിനാ നിങ്ങൾ എന്നെ അന്വേഷിച്ചേ? ഓ അതോ, അത് വേറൊന്നല്ല. അത് പിന്നെ നമുക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങണം. അല്ല, അതിനെന്തിനാ നിങ്ങൾ എത്ര ബിൽഡപ്പ് കാണിക്കുന്നേ? അല്ല, അതല്ല, ഉറങ്ങണം. അതിനു മുന്നെയോ? നിങ്ങൾക്ക് എന്താ പറ്റി? അത് മാറി നിൽക്ക അർജുനേട്ടാ. നാളെ രാവിലെ അമ്പലത്തിൽ പോയി ചടങ്ങൊക്കെ ചെയ്യാനുള്ളതല്ലേ? വ്രതത്തിലാണെന്നുള്ള കാര്യമോ മറന്നുപോയോ? ഓ അതോ, അത് സാരമില്ല. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. സാരമുണ്ട്. അർജുനേട്ടാ, മര്യാദയ്ക്ക് മാറി നിന്നേ. മര്യാദയ്ക്ക് കിടക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അമ്മയുടെ അടുത്ത് പോകാം കേട്ടോ. വ്രതം ആയതുകൊണ്ട് അമ്മയുടെ അടുത്താ കിടക്കാൻ പറഞ്ഞേ. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ എന്നൊരു കാര്യം ഓർത്തിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നിങ്ങൾ മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അമ്മയുടെ അടുത്ത് പോകും കേട്ടോ. വേണ്ട, നീ അങ്ങോട്ട് പോണ്ട. നീ ഇവിടെ കിടന്നാ മതി. ഞാൻ മര്യാദയ്ക്ക് കിടന്നോളാം. അങ്ങനെയായാൽ നിങ്ങൾക്ക് കൊള്ളാം. സാരമില്ല, നാളത്തെ ഒരു ദിവസത്തെ കാര്യമല്ലേ, അത് കഴിയട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ എടുത്തോളാം. എന്തേലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. മര്യാദയ്ക്ക് കിടക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല,
കുറെ നേരമായല്ലോ. നീ എന്താ ഈ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ലേട്ടാ, ഞാൻ ചുമ്മാ വെറുതെ എങ്ങനെ ഇരിക്കുക. അത് ചുമ്മാ. എന്തോ ഒരു കാര്യമുണ്ട്. നിന്റെ മുഖമൊക്കെ വാടിയിരിക്കുകയാണല്ലോ. എന്താ കാര്യം പറയേ? ഒന്നുമില്ല. കാര്യം മനസ്സിലായി. നീ എന്താ നാളത്തെ കാര്യം ആലോചിച്ചിരിക്കുകയാണോ? അത് പിന്നെ കൃതികേട്ടാ, ഞാൻ ദിനഹേ എന്നെ നോക്കി. നിനക്കിവിടെ എന്തിനാ ഒരു കുറവ്? അമ്മ, അച്ഛൻ, സഹോദരിമാര്, ചേട്ടന്മാര്, സഹോദരന്മാര് എല്ലാരും ഇല്ലേ? പിന്നെ ഞാൻ നിനക്കില്ലേ? പിന്നെ നീ എന്തിനാ ഓരോന്ന് ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അത് ശരിയാ കൃതികേട്ടാ, ഞാൻ പിന്നെ വെറുതെ പഴയ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ച്. സാരമില്ല. നീ ആലോചിച്ച് കൂട്ടിയതൊക്കെ മതി. ഇങ്ങോട്ട് നോക്കിയേ. എന്റെ വേൾഡ് വൈഡ് ബ്യൂട്ടി ഇങ്ങനെ ഫിലമെന്റ് പോയ ബൾബിനെ പോലെ ഇരിക്കാതെ ഒന്ന് ബ്രൈറ്റ് ആയേ. ഒന്നുമില്ലെങ്കിലും നിന്റെ കൃതികേട്ടല്ലേടി ഇവിടെ. പിന്നെ എന്താ? ശരി കൃതികേട്ടാ. ഇപ്പൊ നീ വേറൊന്നും ആലോചിക്കാതെ എന്റെ മോളെ കിടന്ന് ഉറങ്ങാൻ നോക്കേ. ശരി കൃതികേട്ടാ, വാ നമുക്ക് കിടക്കാം. നാളെ രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ. അത് ശരിയാണല്ലോ. വാ നമുക്ക് കിടക്കാം. പിന്നെ നേഹേ, ഐ ലവ് യു. ലവ് യു ടു. അരികിലൊരാളെങ്ങൊരുങ്ങി വരും അഴകിൻ തെന്നലേ. അല്ല, ഈ വർണ്ണേട്ടത് എവിടെയാ പോയേ? റൂം നോക്കിട്ട് കാണുന്നില്ലല്ലോ. വർണ്ണേട്ടാ, കിടക്കുന്നില്ലേ? വേദ, ഞാൻ വരുവാ. അല്ല വർണ്ണേട്ടാ, നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അതല്ല, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക. നിന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ ഭാര്യ എപ്പോഴും എന്നോട് കള്ളം പറയാൻ തുടങ്ങിയേ. ഡി, നീ നിന്റെ അച്ഛനും അമ്മയും ആലോചിച്ചിട്ടല്ലേ നീ ഇങ്ങനെ ഇരിക്കുന്നേ? അത് പിന്നെ വരണേട്ടാ, ഞാൻ നീ ഒന്നും പറയണ്ട. അപ്പൊ അത് തന്നെയാണ് കാര്യം. എന്റെ പൊന്നു വെദൂസേ, നിനക്ക് ഇവിടെ എല്ലാരും ഇല്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഇല്ല വരണേട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നതാ. ശരിക്കും? അഥവാ വിഷമമുണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. നിന്റെ വിഷമം മാറ്റാനേ ഞാനൊരു ഉമ്മ തന്നാലോ? അത്രയ്ക്കൊന്നും വേണ്ട വരണേട്ടാ. ഉമ്മ തന്ന വിഷമം മാറ്റാനുള്ള വിഷമമൊന്നും എനിക്കിപ്പോ ഇല്ല. അങ്ങനെ പറയില്ലേ എന്റെ വേദൂസേ. ദേ, ഇതും പറഞ്ഞ എന്റെ അടുത്തേക്ക് വരരുത്. വ്രതാണെന്നുള്ള കാര്യം അറിയാലോ. പിന്നെ നാളെ രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്ന് കിടന്നേ. ഞാൻ ഇപ്പൊ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് നിന്റെ വിഷമം മാറ്റണം. ദൈവമേ, ഇങ്ങനെ എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. മാറന്നിക്ക് മനുഷ്യ അങ്ങോട്ട്. ഞാനേ അമ്മ എടുത്ത് പോയി കിടന്നോളാം. ഇവിടെ നിന്നാ ശരിയാവില്ല. അയ്യോ വെറുതെ ചതിക്കല്ലേടി. ഞാൻ ഒന്നും ചെയ്യില്ലടി. ഞാൻ ഇവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടന്നോളാം. നീ ഇവിടെ കിടന്നാ മതി. പ്ലീസ് പ്ലീസ്. അങ്ങനെ മര്യാദയ്ക്ക് പറ കേട്ടോ. ശരി, വാ കിടക്കാം. വേദൂസേ, ഗുഡ് നൈറ്റ് വരണേട്ടാ. ഗുഡ് നൈറ്റ്. அந்த வெண்ணில வீட்டுக்குள் நுழைந்தது, அது என்னுடன் தேநீர் கொண்டதோ, கனவோ நிஜமோ, காதல் மந்திரமோ, ஓராயிரமா. എന്താ കുക്കുമോളെ പരിപാടി? ബിസിയാണോ? ഞാൻ ബെഡ്ഷീറ്റ് വിളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ മനുഷ്യ? വാ വന്ന് കിടക്കാൻ നോക്ക്. നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ. അതെ കുക്കു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ കിരണേട്ടാ? ചോദിച്ചോ. അത് പിന്നെ കുക്കു. എന്ത് പിന്നെ? അതെ, എന്തേലും പറയാനുണ്ടെങ്കിലേ അവിടെ നിന്ന് പറഞ്ഞാ മതി. ഇങ്ങോട്ട് പറഞ്ഞൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയില്ല. അത് ഇവിടെ നിന്ന് പറയാനുള്ളതല്ല. അത് നിന്റെ അടുത്ത് വന്ന് പറയാനുള്ളതാ. അങ്ങനെ അടുത്ത് വന്ന് പറയാനുള്ള കാര്യമാണെങ്കിൽ എനിക്കിപ്പോ കേൾക്കണമെന്നില്ല. വ്രതാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇങ്ങോട്ട് വാടി. നീ കിരണേട്ടാ മര്യാദയ്ക്ക് എനിക്ക്. വ്രതം മൊത്തം മുടങ്ങും. ഇവള് സമ്മതിക്കുന്ന ലക്ഷണമൊന്നുമില്ല. എന്താ കിരണേട്ടാ നിങ്ങൾ കാണിച്ചേ? ഞാൻ എന്നോട് കിടക്കുന്നില്ല. ഞാൻ എന്റെ അമ്മ അടുത്ത് പോവാ. അയ്യോ ചതിക്കല്ലേടി. ഞാൻ നിങ്ങളൊന്നും കാണിക്കില്ല. ഒരക്ഷരം വേണ്ടി പോവല്ലേ. ഇനി ഞാൻ അവിടെ നിന്നാ നിങ്ങൾ എന്തേ എന്നെ ചെയ്തോളെ. അതുകൊണ്ട് ഞാൻ അമ്മ അടുത്ത് പോവാ. കുക്കു ചതിക്കല്ലേടി. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ ഇവിടെ വന്ന് കിടക്ക്. ഞാൻ ഇനി ഒന്നും ഇങ്ങനെ കാണിക്കില്ല. കാണിക്കാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ വേറെ റൂമിലേക്ക് പോകും. പിന്നെ അന്നത്തെ പോലെ പൊക്കെ പാള് മാറിപ്പോയെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കില്ല. ഇല്ല കുക്കു, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ വന്ന് ഇവിടെ കിടന്നേ. ഞാൻ അങ്ങോട്ടേക്ക് മാറി കിടന്നോളാം. അങ്ങനെ ഇപ്പൊ എന്റെ ബണ്ണിക്കുട്ടി മാറി കിടക്കൊന്നും വേണ്ട. ബണ്ണിക്കുട്ടി എന്റെ അടുത്ത് തന്നെ കിടന്നാ മതി കേട്ടോ. എന്നാ ശരി, വാ. നല്ല ഉറക്കം വരുന്നുണ്ട്. കിരണേട്ടാ, ഞാന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. ഇനിയിപ്പൊ നീ വെള്ളം ഒന്നും എടുക്കാൻ പോകണ്ട. മര്യാദയ്ക്ക് ഇവിടെ കിടക്കാൻ നോക്ക് എന്റെ ഭാര്യ. ശരി, ഇങ്ങനെ കൊണ്ട് വയ്യല്ല ദൈവമേ. മുകിലേ മുകിലേ നീ ദൂതുപോ, ഇന്നകലേ അകലേ എൻ കുഞ്ഞുരാക്കിളി. പുഴയും മലയും പുലർക്കാലവും ഇന്നവളെ കളിയാക്കും മഞ്ഞു
പാട്ടുമാ चिदाकाशमाकाशवासं भजेऽहम् निराकारमोङ्कारमूलं तुरीयं गिराज्ञानगोतीन्द्रमीशं गिरीशम् संकाशगौरं कबीरं मनोभूतकोटि प्रभाषी शरीरम् चारुभङ्गा लसत्फालवारेन्दुकण्ठे भुजङ्गा जगत्कुण्डलं भूतुनितं विशालं प्रसन्नाननं नीलकण्ठं दयालम् കർമ്മങ്ങളെല്ലാം മംഗളപരമായി കഴിഞ്ഞിരിക്കുന്നു. വർഷം തോറും നിങ്ങൾ മുടങ്ങാതെ ഇടുന്നത് കൊണ്ട് ആത്മാതക്ക് അത് ശാന്തി അയക്കുന്നു. വീട്ടിൽ സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. ആ തിരുമേനി, എന്നാലും നഷ്ടങ്ങളെല്ലാം നഷ്ടങ്ങളാണല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊക്കെ ഓരോ ദൈവനിശ്ചയ. പിന്നെ ആ ആത്മാക്കള് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കാവലായിട്ട് നിൽപ്പുണ്ട്. ശരി തിരുമേനി. തിരുമേനി, ഞങ്ങൾ വലിയ തിരുമേനിയെ കാണാൻ വന്നതാ. കുട്ടികളുടെ ജാതകം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം എവിടെയാണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. വലിയ തിരുമേനിയുടെ സ്ഥിരം സ്ഥലത്തുണ്ട്. അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കാണാം. ശരി തിരുമേനി, എന്നാൽ ഞങ്ങളൊന്ന് വലിയ തിരുമേനിനെ കണ്ടിട്ട് വരാം. പോയി വന്നോളൂ, നന്നായി വരും. വലിയ തിരുമേനി, അങ്ങയുടെ കയ്യിൽ ഞങ്ങൾ കുട്ടികളുടെ ജാതകം നോക്കാൻ തന്നിരുന്നു. ഇങ്ങോട്ടേക്ക് കയറി വന്നോളൂ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ കാര്യം ചിന്തിച്ചേ ഉള്ളൂ. ജാതകം എല്ലാം ഞാൻ നോക്കിയിരിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് ആ കുട്ടികളെ ഒന്ന് കാണാം. അപ്പോ അവരെല്ലാം ഇങ്ങോട്ടൊന്ന് വിളിക്കുക. വലിയ തിരുമേനി, അവരെല്ലാം എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാം അവിടേക്ക് ഇരിക്കുക. അതിനു മുമ്പ് കൃഷ്ണ, നിങ്ങളുടെ കമ്പനി ഇപ്പൊ ആരാ നോക്കുന്നേ? തിരുമേനി, അതുതാ ഇവര് 4 പേരാ നോക്കി നടത്തുന്നേ. അങ്ങനെയാണല്ലേ. അപ്പോ നിതിനും നവനീതും ഋത്തിക്കും കാർത്തിക്കും എന്താ ചെയ്യുന്നേ? തിരുമേനി, ഇവര് 4 പേരും പുറത്താ ജോലി ചെയ്യുന്നേ. അവർക്ക് കമ്പനി പരമായിട്ട് അങ്ങനെ അടുപ്പൊന്നുമില്ല. അതുകൊണ്ട് പുറത്താ അവര് ജോലി ചെയ്യുന്നേ. അല്ല, നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഇനി ഒരാളൂടെ ഉണ്ടല്ലോ. അയാൾ എവിടെയാ? തിരുമേനി, അത് ഋത്തിക്കേട്ടനാ. ഋത്തിക്കേട്ട നാട്ടിലില്ല. ഉടനെ വരുന്നാ പറഞ്ഞേ. കാലം എത്തിക്കേണ്ടവരെ എത്തിക്കേണ്ട സമയത്ത് എന്നെ എത്തിച്ചിരിക്കും. അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങളുടെ 4 പേരെയും ജാതകം നോക്കിയിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ സമയത്തിന് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം കൂടുതൽ ജാഗ്രത പുലർത്തി വേണം ചെയ്യാൻ. എതിരെ നിൽക്കുന്ന ആൾക്കാര് എത്ര വലിയവരാണെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ പാടില്ല. അല്ല തിരുമേനി, അതെന്താ അങ്ങ് അങ്ങനെ പറഞ്ഞേ? പ്രത്യേകിച്ചൊന്നുമില്ല കുട്ടിയെ. പ്രശ്നം വെച്ചപ്പോ നിങ്ങളുടെ ജീവനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ചില ശത്രുക്കൾ, അത് നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരിക്കലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നീതി പുലർത്തി വേണം ചെയ്യാൻ. അല്ലാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ദോഷം ഉണ്ടാവും. ശരി തിരുമേനി, ഞങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്തോളാം. പിന്നെ കൃഷ്ണ,
ഋത്തിക്ക് നാട്ടിലേക്ക് വരുമ്പോ യാത്രയിലെല്ലാം ഒരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞേക്കണം. ശരി തിരുമേനി, ഞാനത് അവനോട് അറിയിച്ചോളാം. ശരി. ഇനി നമ്മുടെ വിവാഹ ജീവിതം നയിക്കുന്നവരോട്, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 3 മാസം ആകാൻ പോകുന്നു തിരുമേനി. എന്നാ പിന്നെ ആദ്യം വിവാഹിതരായ ഓരോ ദമ്പതികളും വന്നോളൂ. പിന്നെ ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ മൊത്തത്തിലുള്ള സമയം ഞാൻ നോക്കിത്തരാം. ശരി തിരുമേനി. മോനെ കൃത്തിക്ക് നേഹനെയും കൂട്ടി പൊയ്ക്കോ. ശരി അമ്മേ. നേഹേ വാ. കുടുംബത്തിലെ മൂത്ത പുത്രനാണല്ലേ? ഇപ്പോ എന്താ ചെയ്യണേ? അതെ തിരുമേനി, ഞാനിപ്പോ നമ്മുടെ കമ്പനിയിലെ CEO ആയിട്ട് ജോലി ചെയ്യുക. മേൽ പദവി. കമ്പനി കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കണം. പിന്നെ വീഴ്ചകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ശരി തിരുമേനി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഭാര്യ നേഹ അല്ലേ? നക്ഷത്രം എന്താ കുട്ടിയുടെ? മകേരം. ശരി, പൊയ്ക്കോളൂ. അടുത്ത ആളെ വിളിക്കുക. അർജുനും കാവ്യം അല്ലേ? അതെ തിരുമേനി. അർജുൻ എന്താ ചെയ്യുന്നേ? ഞാൻ നമ്മുടെ കമ്പനിയിലെ മാർക്കറ്റിംഗ് ഡയറക്ടറാണ്. മാതാപിതാക്കളുടെ മരണസമയത്ത് താങ്കൾ നാട്ടിലില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു തിരുമേനി, ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് പുറത്തായിരുന്നു. ഭാര്യ കാവ്യ. കുട്ടിയുടെ ജനനനാളെന്താ? രോഹിണി. രോഹിണി. കാവ്യയും അർജുനും വ്യത്യസ്ത വർഷങ്ങളിൽ ഒരേ മലയാള മാസത്തിൽ ജനിച്ചവരാണല്ലേ? അതെ തിരുമേനി. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. വരുണും വേദയും അല്ലേ? വരുൺ കമ്പനിയിലെ ഏത് പദവിയില്ല? അതെ തിരുമേനി, ഞാൻ കമ്പനിയിലെ മാനേജറാണ്. അർജുനും താനും ഒരേ സമയം ജനിച്ചവരാണല്ലേ? അതെ. അല്ല, താൻ ജനിച്ച മലയാള മാസം? മീനമാസമാണ് തിരുമേനി. ഭാര്യ വേദ അല്ലേ? കുട്ടിയുടെ നാളെന്താ? അതെ തിരുമേനി, നാള് പൂയം. ജനനമാസം? ധനുമാസം. ശരി, അടുത്തയാളെ വിളിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ശരി തിരുമേനി. ആൺമക്കളിൽ താനാണല്ലേ ഇളയത്? അതെ തിരുമേനി. കിരൺ കമ്പനിയിലെ അസോസിയേറ്റ് മാനേജറാണ്. ഭാര്യ കൃതിക അല്ലേ? കുട്ടിയുടെ ജനനനാൾ? അതെ തിരുമേനി, തിരുവാതിരയാണ്. കിരണും മാതാപിതാക്കളുടെ മരണസമയത്ത് നാട്ടിലില്ലായിരുന്നു അല്ലേ? അതെ തിരുമേനി, പഠനാവശ്യത്തിനായിട്ട് ഞാൻ വിദേശത്തായിരുന്നു. ശരി, ജനിച്ച മലയാള മാസം ഏതാ? വൃശ്ചികം. ശരി, ഇനി ബാക്കിയുള്ളവരെല്ലാം ഇങ്ങോട്ടേക്ക് വിളിച്ചോളൂ. ശരി തിരുമേനി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ആയുസ്സിന് ഞാൻ ഒരു പ്രശ്നവും കാണുന്നില്ല. സന്താനങ്ങളുമായി സന്തോഷത്തോടെ ഒരുപാട് നാൾ ഈ അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളോടൊപ്പം സുഖമായി ജീവിക്കും. എന്നാൽ എന്താ തിരുമേനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൃഷ്ണ, ഞാനൊരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട്. ജീവിതവും മരണത്തിനും ഇടയിലുള്ള ഒരു വ്യൂഹം. ആ വ്യൂഹം ഒരു കർമ്മത്തിൻ്റെ സൂചിക കൂടിയാണ്. അത് നിങ്ങൾ ഭേദിക്കണം. ഇനിയുള്ള നാളുകൾ യാതൊരു കാരണവശാലും തനിച്ച ഒരു കർമ്മത്തിലും ഏർപ്പെടാതിരിക്കുക. പിന്നെ ഒരു കാര്യം, രക്തബന്ധങ്ങളെയും കൂടപ്പിറപ്പുകളെയും മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ ചുറ്റും പോരാട്ടത്തിന്റെയും പകയാൽ ആളിക്കത്തുന്ന ഹൃദയങ്ങളുടെയും തരംഗങ്ങളാണുള്ളത്. തിരുമേനി, ഇതിനെന്തേലും പ്രതിവിധിയുണ്ടോ? പ്രതിവിധി? നിങ്ങൾ ഇതിന് പരിഹാരം കണ്ടെത്തിയാൽ ചില മനസ്സുകളുടെ പോരാട്ടത്തിന്റെ തോൽവിയായിരിക്കും. അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് ഇതിന് പ്രതിവിധിയൊന്നും ഇല്ലെന്നാണോ? പ്രതിവിധിയൊക്കെ ഉണ്ട് കുട്ടി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പ്രതിവിധി ചെയ്താൽ ഇവിടെ മനസ്സുകൾ തളർന്നു പോകും. അവരുടെ ലക്ഷ്യത്തിൽ അവർക്ക് എത്താൻ സാധിക്കില്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം. എന്തു വന്നാലും പുറത്തുള്ളവരെ അമിതമായി വിശ്വസിക്കരുത്. പിന്നെ ചെയ്യുന്ന ഓരോ കർമ്മവും നീതി പുലർത്തി വേണം ചെയ്യാൻ. എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ശരി തിരുമേനി, ഞങ്ങളെ ശ്രദ്ധിച്ചോളാം. ശരി. ഇനി എനിക്ക് പറയാനുള്ളത് ഈ 4 പെൺകുട്ടികളോടാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ശരി തിരുമേനി, പറഞ്ഞോളൂ. എല്ലാത്തിൻ്റെയും ആരംഭവും അന്ത്യവും നിങ്ങളിലൂടെ ആയിരിക്കും. കാരണം ഈ വിധിയുടെ വ്യൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷപ്പെടാൻ പോകുന്നത് നിങ്ങളായിരിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ മാർഗങ്ങളും ലക്ഷ്യങ്ങളും വ്യതിചലിക്കാതെ നോക്കണം. നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ബലമായിരിക്കും. പുറത്തുള്ളവരെ ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം ഈ വ്യൂഹത്തിൽ ഏറ്റവും കൂടുതൽ മരണം തേടി വരുന്നത് നിങ്ങളെയായിരിക്കും. ഓരോ അടികൾ വെക്കുമ്പോഴും കൃത്യമായി അളന്ന് വീക്ഷിച്ച് ശ്രദ്ധയോടെ വേണം ചെയ്യാൻ.
ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നിന്റെ പേരിലും നഷ്ടപ്പെടരുത്. ഇല്ല തിരുമേനി, അതൊരിക്കലും നടക്കില്ല. ഞങ്ങൾ എന്നും ഒന്നായിരിക്കും. നല്ലത്. ഈ ബന്ധം എന്നും നിലനിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ശരി തിരുമേനി, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് ഭയപ്പെടേണ്ടതൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ജീവിക്കുന്നേ അതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. വിധി അതിനെ ആർക്കും തടുക്കാൻ സാധിക്കില്ലല്ലോ. എന്ത് വന്നാലും അതിനെ അതിജീവിച്ചേ മതിയാവും. നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരാക്കിയത് അത് ദൈവനിശ്ചയാണ്. എന്നാൽ ഈ ബന്ധത്തിൽ മാത്രമേ നിങ്ങളെ കുടുംബത്തെ നിങ്ങൾക്ക് ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ധൈര്യമായി പൊയ്ക്കോളൂ. ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ശരി തിരുമേനി. പറഞ്ഞതുപോലെ എല്ലാം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ മാസത്തിൽ പൂജകളെല്ലാം കൃത്യമായി നടത്തണം. ശരി തിരുമേനി, ഞങ്ങളത് മുടങ്ങാതെ നോക്കിക്കൊള്ളാം. എന്നാൽ ധൈര്യമായി ഇറങ്ങിക്കൊള്ളൂ. ഈശ്വരന്മാരുടെയും അച്ഛനമ്മമാരുടെയും അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ധൈര്യമായി പോയിക്കോളൂ. ശരി തിരുമേനി, ഞങ്ങളെന്നാ പോയി വരാം. മോനെ കൃത്തിക്കേ, ഇന്ന് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമാണോ? ആ അമ്മേ, ഇന്ന് നമ്മുടെ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഡോക്യുമെന്റ് അപ്രൂവ് ആവുന്ന ദിവസം, അതുകൊണ്ട് പോയേ മതിയോ. അതുമാത്രമല്ല, ഇന്ന് എല്ലാ ഓഫീസേഴ്സും ഫസ്റ്റ് ഡോക്യുമെന്റ് അപ്രൂവ് ആവാൻ അതിൽ സൈൻ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയേ പറ്റൂ. ആ കൃത്തിക്ക്, എന്നാ പിന്നെ നീ വൈകിക്കണ്ട, പോയിട്ട് വരാൻ നോക്ക്. ആ പിന്നെ കൃത്തിക്ക്, ഈ ഫസ്റ്റ് ഡോക്യുമെന്റ് അപ്രൂവ് ആയ പ്രോപ്പർട്ടിയുടെ 50% ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ ലീഗലായിട്ട് വരുമല്ലോ അല്ലേ? ആ അച്ഛ, അത് ഷുവർ അല്ലേ? 50% ഓണർഷിപ്പും നമ്മുടെ കയ്യിൽ ലീഗലായിട്ട് തന്നെ വരും. എന്നാൽ ബാലൻസ് 50% ഓണർഷിപ്പാണ് കുഴപ്പം. അത് ആ മാഫിയയുടെ കയ്യിലിരിക്കുക. ആ ഡോക്യുമെന്റ് ഇല്ലീഗലാണെന്ന് നമുക്ക് തെളിയിക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പർട്ടിയുടെ ഫുൾ ഓണർഷിപ്പ് നമുക്ക് കിട്ടുള്ളൂ. ആ എന്നാൽ ശരി, മോൻ പൊയ്ക്കോ. അവിടെയെല്ലാം ക്ലിയർ ആയിട്ട് നോക്ക്. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യണം. ആ അച്ഛ, ഞാൻ അതെല്ലാം ശ്രദ്ധയോടെ ചെയ്തോളാം. ശരി കൃത്തിക്ക്. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? അതച്ഛ, വരുണും കിരണും നേരത്തെ ഇറങ്ങി. അർജുന കാവ്യ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ വൈകുമല്ലോ, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ നേരത്തെ പോകാൻ. പിന്നെ ചില ഫയൽസിലെല്ലാം അവരുടെ സൈൻ വേണം. ആ ഫയൽസ് നന്നായിട്ട് വെരിഫൈ ചെയ്തിട്ടേ സൈൻ ചെയ്യാൻ പറ്റൂ. അതാ അവൻ നേരത്തെ പോയത്. പിന്നെ അർജുൻ്റെ ഫയൽസ് എല്ലാം ഇന്നലെ തന്നെ അവൻ ക്ലിയർ ചെയ്തായിരുന്നു. ആണോ? ദേ വരുന്നല്ലോ കാവ്യ അർജുനും. അച്ഛാ, അമ്മ, ഞങ്ങളെന്ന് ഇറങ്ങുവാണേ. അല്ല അർജുനെ, നിങ്ങൾ ഒന്നിച്ചാണോ പോകുന്നേ? ആ അമ്മ, ഞങ്ങൾ ഒന്നിച്ചാ പോകുന്നത്. ഇല്ലെങ്കിൽ ഓഫീസിലെത്താൻ വൈകും. പിന്നെ അമ്മ പേടിക്കൊന്നും വേണ്ട. അഥവാ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ലിഫ്റ്റ് കൊടുത്താന്ന് പറഞ്ഞോളാം. ആ ശരി അർജുനെ, പിന്നെ വൈകിക്കണ്ട, പോയിട്ട് വാ. പിന്നെ സൂക്ഷ്യം കണ്ടും പോണേ. ആ ശരി അമ്മ. പിന്നെ അച്ഛാ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. അർജുനെ, അതിന് കാർത്തിയും നിതിനും നവിയൊക്കെ ഇവിടെ ഉണ്ട്. അവരൊന്ന് ലീവാ. അതുകൊണ്ട് പേടിക്കാതെ നീ സമാധാനമായിട്ട് പോയിട്ട് വാ. ഓ, ഞാനത് ഓർത്തില്ല. എന്നാൽ ശരി അച്ഛാ. അമ്മേ, ഞങ്ങളെന്നാ ഇറങ്ങുവാണേ. എന്നാ കാവ്യെ, നീ വയ്ക്കോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി അർജുനേട്ടാ. ആ പിന്നെ കാവ്യെ, ആരെങ്കിലും ചോദിച്ചാൽ വഴിയിൽ വെച്ച് കണ്ട് ലിഫ്റ്റ് തന്നെയെന്ന് പറഞ്ഞാൽ മതി. ആ ശരി. ശരി, എന്നാ നീ പൊക്കോ. അല്ല, ഇതാര്? ബണ്ണിയോ? അല്ല, അത് അർജുൻ സാറല്ലേ? ഇവരെന്തിനാ ഒന്നിച്ച് നിൽക്കണേ? ഇവരിനി ഒരുമിച്ച് കാറിലാണ് വന്നത്. അല്ല, ഈ ബണ്ണി എന്തിനാ ഇയാളോട് ഇത്ര അറ്റാച്ചായി സംസാരിക്കുന്നോ? അതും ചിരിച്ച്. എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. കണ്ടുപിടിക്കണം.